കേരളത്തിൽ ഇന്ന് അക്രമ സംഭവങ്ങൾ പെരുകി വരികയാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിൽ പണ്ടെങ്ങുമില്ലാത്ത വിധത്തിൽ വളരെ ക്രൂരമായ അപ്രതീക്ഷിതമായ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നു. എന്താണ് ഇതിന് കാരണം? നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ പറയുവാൻ സാധിക്കും. സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ വളർന്നു വരുന്ന രാസലഹരിയോടുള്ള ആസക്തിയാണ് ഈ അക്രമ സംഭവങ്ങളുടെ പിറകിൽ. ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ദിനംതോറും വരികയാണ്. അത് മനുഷ്യ രാശിയുടെ നിലനിൽപ്പിന് തന്നെ വലിയ അപകടം ചെയ്യുന്ന രീതിയിലാണ് വളർന്നു വരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ അയാളുടെ കുടുംബത്തിലെ മിക്കവാറും എല്ലാ അംഗങ്ങളെയും കൊന്നിട്ട് യാതൊരു ഭാവഭേദവുമില്ലാതെ പോലീസിൽ നിന്ന് ഇക്കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ നമ്മൾ ധാരാളം അപകടങ്ങൾ കാണുന്നുണ്ട്, റോഡ് അപകടങ്ങൾ പലതും. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നാടിനെ ആകെ ദുഃഖിപ്പിച്ച മരണത്തിനിടയാക്കിയ റോഡ് അപകടം. ഇത്തരത്തിൽ അപകടങ്ങളും അക്രമങ്ങളും പെരുകി വരുന്നതിന് ഈ രാസവസ്തുക്കളുടെ ലഹരി ഉപയോഗം വലിയ തോതിൽ കാരണമാവുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ MDMA എന്ന ഒരു രാസ സംയുക്തത്തിന്റെ ഉപഭോഗമാണ് കാണുന്നത്. എന്താണ് ഈ MDMA? തലച്ചോറിലെ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളായ ഡോപ്പാമിൻ തുടങ്ങിയ 3 കെമിക്കലുകളുടെ പ്രവർത്തനത്തെയാണ് ഈ രാസവസ്തു ബാധിക്കുന്നത്. അതായത് ശരീരത്തിന്റെ സംവേദനക്ഷമതയെ നിയന്ത്രിക്കുന്ന ഈ 3 ന്യൂറോ മെസഞ്ചറുകൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, ഇവയാണ് നമുക്ക് വേദനയും അതുപോലെ തന്നെ ശരീരത്തിലെ മറ്റെല്ലാ സംവേദനങ്ങളും നമുക്ക് അനുഭവവേദ്യമാക്കുന്നത്. അതുപോലെ തന്നെ വിശപ്പ്, ദുഃഖം, സന്തോഷം തുടങ്ങിയ എല്ലാ വികാരങ്ങളെയും നമ്മളിലേക്ക് എത്തിക്കുന്നതും ഈ ന്യൂറോ മെസഞ്ചറുകളാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ MDMA എന്ന രാസവസ്തു ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ തലച്ചോറിൽ നിന്ന് ഈ ന്യൂറോ മെസഞ്ചറുകൾ നൽകുന്ന സന്ദേശങ്ങളെ തടയുക എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ ഈ ഡോപ്പാമിൻ തുടങ്ങിയ കെമിക്കലുകളുടെ അളവ് തലച്ചോറിൽ വളരെയധികം പെട്ടെന്ന് വർദ്ധിക്കുന്നു. ഡോപ്പാമിൻ്റെ ഒരു വിസ്ഫോടനം തന്നെയാണ് ഈ കെമിക്കൽ മനുഷ്യന്റെ തലച്ചോറിൽ സൃഷ്ടിക്കുന്നത്. അതോടുകൂടി തന്നെ ഈ MDMA ഉപയോഗിച്ച വ്യക്തിയുടെ സ്ഥലകാലബോധവും അതുപോലെ തന്നെ അയാളുടെ സംവേദനക്ഷമതയും പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ സംവേദനക്ഷമത നഷ്ടപ്പെട്ടു കഴിഞ്ഞ മനുഷ്യൻ പിന്നീട് വലിയ അക്രമകാരിയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അയാളുടെ ചിന്തകളുടെ മുകളിൽ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയുടെ മുകളിൽ അയാൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാധീനവും ഇല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ ആണ് ക്രൂരമായ അക്രമവാസന മനുഷ്യർ പ്രകടിപ്പിക്കുന്നത്. ആ സമയങ്ങളിൽ വേദനയോ അല്ലെങ്കിൽ മറ്റുള്ള വികാരങ്ങളോ ഒന്നും തന്നെ അയാളെ സ്പർശിക്കുന്നില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യനെ
അടിമയാക്കുന്ന രാസലഹരിയാണ്. ഈ രാസലഹരി ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ പൂർണ്ണമായും അയാളുടെ ശരീരം ആ രാസവസ്തുവിന് കീഴടങ്ങും. പിന്നീട് ഈ ലഹരി കിട്ടുവാനുള്ള ഒരു നിരന്തരമായ അന്വേഷണം മാത്രമായി മാറുന്നു ആ വ്യക്തിയുടെ ജീവിതം. ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് ചെറുപ്പക്കാരിലും സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും എത്തിച്ചു കൊടുക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതാണ്. ധാരാളം ഇത്തരം സംഘങ്ങളെയും ആളുകളെയും കണ്ടെത്തുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. എങ്കിലും സംഭവിക്കുന്നത് കൂടുതൽ ഇത്തരത്തിൽ ഉള്ള ലഹരി വസ്തുക്കൾ കുട്ടികളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വൻതോതിൽ ഇത് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കടൽ കടന്നും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഗുജറാത്തിലെ കണ്ട്ല തുറമുഖത്ത് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രീ പോർട്ടുകളിലൂടെയും അതുപോലെ മറ്റു മാർഗങ്ങളിലൂടെയും ഇത് രാജ്യത്ത് എത്തിച്ചേരുന്നു. ഇത് വലിയ തോതിൽ ഇന്ന് അധോലോക സംഘങ്ങളുടെ വരുമാന മാർഗമായി മാറിയിരിക്കുകയാണ്. മറ്റു രീതിയിലുള്ള കള്ളക്കടത്തുകളെല്ലാം നിലച്ചതോടുകൂടി ഇപ്പോൾ ഇത്തരത്തിലുള്ള രാസലഹരിയാണ് വലിയ തോതിൽ ഈ അധോലോക സംഘങ്ങളെ നയിക്കുന്നത്. പിന്നെ അതിൽ അവർക്കുള്ള വലിയൊരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രചരിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രചരിപ്പിക്കുന്നത് ഈ രാസലഹരിക്ക് അടിമകളായിട്ടുള്ള ചെറുപ്പക്കാരിലൂടെയാണ്. അടിമകളായിട്ടുള്ള ചെറുപ്പക്കാരിൽ നിന്ന് അവർ പുതിയ ഇരകളെ കണ്ടെത്തുന്നു. ഇത് സമൂഹത്തിൽ വ്യാപകമായി വരുന്നതോടുകൂടി സംഭവിക്കുന്ന കാര്യം, മാനസികാരോഗ്യം തകർന്ന അക്രമാസക്തരായ ഒരു യുവജനത വളർന്നു വരുന്നു എന്നുള്ളതാണ്. അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അരാജകത്വവും ദുരിതങ്ങളും നമുക്ക് പറഞ്ഞറിയിക്കാൻ ആവുന്നതല്ല. ഈ ദുരിതം ഇന്ന് അനുഭവിക്കുന്ന ധാരാളം ലോകരാജ്യങ്ങളുണ്ട്. കാനഡ പോലുള്ള രാജ്യങ്ങളിൽ, അതുപോലെ ഓസ്ട്രേലിയ, അതിന് വലിയൊരു ഉദാഹരണമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. സമൂഹത്തിലെ വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ രാസലഹരിക്ക് അടിമയായി അവരുടെ എല്ലാ വളർച്ചയും ഇല്ലാതായി സമൂഹത്തിനും അവർക്ക് തന്നെയും ഭാരമായി തീരുന്ന കാഴ്ച നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല കാണുന്നത്. ഇത് ഗ്രേറ്റ് ബ്രിട്ടനിലും അതുപോലെ കാനഡയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതൊരു പതിവ് കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യകരമായ സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് ഈ രാസലഹരികൾക്കെതിരായിട്ടുള്ള വലിയൊരു യുദ്ധമാണ്. ഇത്തരം രാസലഹരി ഉപയോഗിക്കുന്നതും അതുപോലെ അത് വിപണനം ചെയ്യുന്നതും ഏറ്റവും വലിയ കുറ്റകൃത്യമായി തന്നെ കാണുകയും അത് അതിൻ്റെ ഉത്ഭവ സോഴ്സിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഇത്തരത്തിൽ ഭ്രാന്തെടുത്ത ചെറുപ്പക്കാർ, അവർ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ അവസാനത്തെ കണ്ണികളാണ്. ഈ ശൃംഖലയുടെ മുകളറ്റം കിടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ മാഫിയ സംഘങ്ങളിലാണ്. അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇത് എത്തിച്ചേരുകയും ഇത് ഈ ചെറിയ കണ്ണികളിലൂടെ സമൂഹമാകെ വ്യാപിക്കുകയാണ്. അപ്പോൾ നടപടി ഉണ്ടാവേണ്ടത് ഈ ഏറ്റവും താഴെയുള്ള കണ്ണികളിൽ നിന്നല്ല. നമുക്കറിയാം, ഇപ്പോ പിടിച്ചെടുക്കുന്ന കേസുകളിലൊക്കെ തന്നെയും ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത് ഇങ്ങോട്ട് വന്നതായി കാണുന്നത്. ഇത് കൊണ്ടുവരുന്ന ആളുകൾ വലിയ നഗരങ്ങളിൽ നിന്ന്, ബാംഗ്ലൂർ പോലുള്ള വലിയ നഗരങ്ങളിൽ നിന്ന് ഇത് ഇങ്ങോട്ട് എത്തിക്കുന്ന ആളുകൾ, അതിൻ്റെ ഒരു ശൃംഖല, അത് പിന്നീട് ഈ നിഷ്കളങ്കരായ യുവജനങ്ങളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ, സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ പോലും എത്തിക്കുന്ന മറ്റൊരു കൂട്ടം ഇടനിലക്കാർ. അപ്പോൾ ഇത്തരത്തിൽ
ഇത് വ്യാപകമായ ഒരു ശൃംഖലയാണ്. ഈ ശൃംഖല തകർക്കപ്പെട്ടില്ലെങ്കിൽ, എത്രയും വേഗം തകർക്കപ്പെട്ടില്ലെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാരിലെ വലിയൊരു വിഭാഗം ഇത്തരം രാസ ലഹരികൾക്ക് അടിമയായി തീരുകയും ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട, ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള മനുഷ്യ ജീവിതങ്ങൾ പൂർണ്ണമായി തന്നെ ഇല്ലാതാവുകയും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുകയും ചെയ്യും. അതിനാൽ ഇത്തരം ലഹരി വ്യാപനത്തിന് ഒരു അവസാനം വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്.